Go save them. Good morning. ബാർബിനൊക്കെ പിടിച്ച് എന്താണെന്നല്ലേ, ഇന്ന് കുറച്ച് പ്ലേ റൂം ഓർഗനൈസേഷൻ ആണ്. യെസ്, ഓക്കെ. ഞാൻ ഓൾറെഡി ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തു. ബട്ട് ഓ മൈ ഗോഡ്, ദിസ് ഈസ് എ ലോട്ട് ഓഫ് വർക്ക്. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ലോട്ട് ഓഫ് വർക്ക്, ഐ നോ ദാറ്റ്. ഓൾറൈറ്റ്, സോ ഞാൻ ഇന്ന് കുറച്ച് നാളായി നമ്മുടെ പ്ലേ റൂമൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യണം, ഒന്ന് ഡീക്ലട്ടർ മെയിൻലി ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നു. ഐ ഡോണ്ട് നോ ഹൗ. ഈ പ്ലേ റൂം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡീക്ലട്ടർ ചെയ്യുന്ന സാധനമാണ്, പക്ഷേ ഇതെന്തോ അവിടെ കിടന്ന് അത് പെറ്റ് പെരുകുന്നുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ചോയ്സ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് സോ എനിവേസ് കുറേ ഇറ്റ്സ് ജസ്റ്റ് ഗെറ്റിംഗ് ടു മച്ച്. ആൻഡ് പിള്ളേർ അത്ര അത് വെച്ചൊന്നും കളിക്കുന്നുമില്ല. So I just want to declutter a lot of them, throw a lot of them away. So yeah, that's the plan today. കുറച്ച് 2-3 സ്പേസസ് ഡീക്ലട്ടർ ചെയ്യണം എന്നുണ്ട്. എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കാം. ബട്ട് എനിവേ ഐ സ്റ്റാർട്ട് വിത്ത് ദ പ്ലേ റൂം. ആൻഡ് പ്ലേ റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. So yeah, welcome to my channel and hope you enjoy this decluttering vlog. ഇതാണ് ഇപ്പോഴത്തെ പ്ലേ റൂമിൻ്റെ അവസ്ഥ. ഞാൻ ഓൾറെഡി ഒരു സെക്ഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് യാ, ഐ ഹാവ് എ ലിറ്റിൽ ഹെൽപ്പർ. പ്രോ ടിപ്പ്: പിള്ളേരുടെ കൂടെ നമ്മൾ അവരുടെ ടോയ് റൂം ഡീക്ലട്ടർ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നല്ലത്. കുറേ എണ്ണം ഞാൻ എടുത്തു വെച്ചതാണ് കളയാനായിട്ട്. ഇവളൊന്നും സമ്മതിച്ചില്ല കളയാനായിട്ട്. അതാ ഇത് മൊത്തം ഈ പെണ്ണ ഐ വോണ്ടഡ് ഇറ്റ്സ് സോ ക്യൂട്ട്, ഇറ്റ്സ് സോ ക്യൂട്ട് എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. സാറേ, വാട്ട് യു ഡൂയിങ്? You're cleaning the floor. All right, okay. Okay, she's brought her tool as well. അവളുടെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. But yeah, basically നമ്മൾ ഈ ഡീക്ലട്ടർ ചെയ്യുമ്പോൾ the best thing you can do is എല്ലാം കൂടെ ഒരുമിച്ച് നടുക്കോട്ട് കൊണ്ടുവരും. Oh my God, what you doing? I'm trying to fix my place. Okay, fine. You clean your place. നടുക്കോട്ടെല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്ര സാധനം ഉണ്ട്. ഇത്ര സാധനം ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കും. ബട്ട് എനിവേസ്, അപ്പം നമുക്ക് ബാക്കി ഏരിയാസ് ക്ലീൻ ആയിട്ടിരിക്കും. ആൻഡ് നമുക്ക് ആ ഒരു നടുക്കത്തെ ഏരിയ മാത്രം സോർട്ട് ചെയ്താൽ മതി. സോ ദാറ്റ്സ് വൈ ഐ ആം ബ്രിങ്ങിങ് എവറിതിങ് ടു ദ സെന്റർ ടുഗദർ. ആൻഡ് ഇവിടെ നിന്ന് ഇനിയിപ്പം 3 ലോട്ടായിട്ട് സോർട്ട് ചെയ്യും. Put it down and bring it all to the middle. 3 ലോട്ടായിട്ട് ഇവിടെ സോർട്ട് ചെയ്യാൻ പോവാ. One is to keep, one is to throw, and one is to give away. So the cost of Legos in the box. This are going to give away. പല സാധനങ്ങളും നല്ല സാധനങ്ങളായിരിക്കും. പക്ഷെ നമ്മളുടെ ചിലപ്പോൾ ഒരു വർക്കിംഗ് സ്റ്റൈലിനോ അല്ലെങ്കിൽ പ്ലേ സ്റ്റൈലിനോ ഒന്നും വർക്ക് ചെയ്യാത്ത സാധനങ്ങൾ നമ്മൾ വെറുതെ വെച്ചിട്ട് കാര്യമില്ല. ഞാനിതൊക്കെ കുറേ നാൾ ഇനി എപ്പോഴെങ്കിലും അവർക്ക് ലെഗോസിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നൊക്കെ വിചാരിച്ച് വെച്ചു. ബട്ട് ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്. And Legos അറിയാലോ, കുഞ്ഞു pieces ഒക്കെയാ. So anyway, I'm going to give it away, and somebody who's going to really love Legos is really going to enjoy it. And so yeah, അങ്ങനെ ഇത് മൊത്തം ഒന്ന് ഡീറ്റെയിൽ ആയിട്ടെ. Oh my God, firefighter! Where's the fire? Firefighter, there, fire there, go put out the fire. Oh yay, you saved all the dollies from fire. More fire! More fire! Go save them. ചിലപ്പോൾ നമുക്ക് ഈ എന്ത് കളയണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ആട്ടോ. ലൈക്ക് എനിക്ക് കളയണം എന്നുള്ള മൈൻഡ് സെറ്റ് വന്നിട്ടും കൂടി അയ്യോ ഇത് നല്ലതല്ലേ, ഇത് എപ്പോഴെങ്കിലും കളിച്ചാലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ. പക്ഷെ എന്നാലും ഇഫ് ഇറ്റ്സ് ലൈക്ക് ഗെറ്റിംഗ് ടു മച്ച് ഇറ്റ്സ് ബെറ്റർ ടു ത്രോ ദം അവേ. ഇപ്പം ഇങ്ങനത്തെ കുറേ കുഞ്ഞു കാർസ് ഉണ്ട്. ആൻഡ് ദെൻ ലൈക്ക് ഫയർ ട്രക്ക് ആണെങ്കിലും ഇഷ്ടംപോലെ ഉണ്ട്. സോ ലോട്ട്സ് ഓഫ് ഡ്യൂപ്ലിക്കേറ്റ്സ് അതെ. സോ ലൈക്ക് ഓക്കെ, കുറേ ഡ്യൂപ്ലിക്കേറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാം. പിന്നെ അവരങ്ങനെ അധികം
കളിക്കാത്ത സാധനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ പസിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്തുകൊണ്ട് ഇതിപ്പോ ബ്രോക്കൺ ആയിട്ടുള്ള പീസസ് കാണും. അപ്പൊ അതെല്ലാം ഐ തിങ്ക് ദ ബ്രോക്കൺ വൺസ് ആർ ഈസി. ഓക്കെ, ബ്രോക്കൺ അല്ലേ കളയാം, ദാറ്റ്സ് ദ ഈസി വൺ. പക്ഷെ ദ ഡിഫിക്കൾട്ട് വൺസ് ആർ മോർ ലൈക്ക് അയ്യോ ഇതെപ്പോഴും ഇങ്ങനെ കളിച്ചാലോ നല്ലതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും യു നോ if you're not finding value in it, it's better to throw them away. And also നമുക്ക് ചിലപ്പോൾ ഒരുപാട് സ്പേസ് എടുക്കുന്ന സാധനങ്ങളും അല്ലെ കുറെ കുഞ്ഞു കുഞ്ഞു പീസസ് ഉള്ളതും അതൊക്കെ ആണെങ്കിലും it becomes like very difficult to it's better not to like keep them. ഇത്രയും നിറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇവള് പല സാധനങ്ങളും ഇവൾ കളയാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. ഇപ്പൊ ഇവക്ക് ഇത്രയും ടോയ്സ് പെട്ടെന്ന് പുതിയ ലൈക്ക് കാണാതായ കുറേ ടോയ്സ് ഒക്കെ പെട്ടെന്ന് കിട്ടിയപ്പം ഭയങ്കര പുതിയ ടോയ്സ് കിട്ടിയ പോലെയാണ്. സോ ആളിരുന്ന് ഭയങ്കര എൻഗേജ്ഡ് ആയിട്ട് കളിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് എ വിൻ. നമ്മൾ ഈ പസിൽസ് എല്ലാം അറേഞ്ച് ചെയ്യുമ്പോഴത്തേനും പസിൽസിന് അറിയാമല്ലോ ഒരുപാട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസസ് ഉണ്ടാകും. അപ്പം അത് അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അതൊന്ന് സോർട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, 1 സെക്കൻഡ്. എല്ലാം നമ്മൾ സോർട്ട് ചെയ്തിട്ട് എല്ലാ പീസസ് ഉണ്ടോ എന്ന് നോക്കണം. അത് നമ്മൾ സോൾവ് ചെയ്ത് പീസസ് എല്ലാം ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ മാത്രം വെച്ചിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ 1-2 പീസ് അതിൻ്റെ ഇല്ലെങ്കിൽ പിന്നെ അത് വെച്ചിട്ട് കാര്യമില്ല. ആൻഡ് ജനറലി ഐ ലൈക്ക് പുട്ടിങ് പസിൽസ് ലൈക്ക് ഇൻ എ സിപ്ലോക്ക് ബാഗ് ലൈക്ക് ദിസ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേനും നമുക്ക് പുറത്തുനിന്ന് കാണുകയും ചെയ്യാം ഏതായിരുന്നു. ആൻഡ് ഓൾ ദി പീസസ് ആർ ടുഗദർ. Here go. Here go. Here's your waffle, little baby. All done. I want more waffle. More waffle. Okay, we're more than halfway through ആയിട്ടുണ്ട്. ഇത് കണ്ടാൽ ഇപ്പോഴും നല്ല മെസ്സി ആയിട്ട് ഇരിക്കുമെങ്കിലും ഓൾമോസ്റ്റ് തീർന്നു എന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇനിയിപ്പോൾ ഞാൻ വീണ്ടും നേരത്തെ പോലെ അതെല്ലാം ഒന്നുകൂടെ ഒന്ന് നടുക്കോട്ടാക്കാൻ പോവാം. Can you read the book? അപ്പോൾ ഇത്ര സാധനം നമ്മളിപ്പോൾ കളയാനായിട്ട് എടുത്തിട്ടുണ്ട്. I could not be happier. Finally, Spaghetti and we will eat pink cupcake. Okay, we'll eat spaghetti, then we'll eat pink cupcake. Let's eat. Alright, so finally I am done. That took forever. Mama. But I'm done. Mama. And I will show you the final result. Right, here you go. There. Oh, finally a floor കാണാം. അത് തന്നെ I'm so happy about. ഒരു ക്വിക്ക് ടൂർ കൂടെ തരാം. ഈ ഒരു ബോക്സിൻ്റെ അകത്ത് എല്ലാ സോഫ്റ്റ് ടോയ്സും വെച്ചു. ഈ സോഫ്റ്റ് ടോയ്സ് ഞാനൊരു 50% എംറ്റി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി ഇത്രയുണ്ട്. ഈ പെണ്ണ് സമ്മതിച്ചില്ല പലതും കളയാൻ. ഇതൊരു ചെറിയ ആർട്ട് കോർണർ. ദിസ് ഹാസ് ബിൻ വർക്കിംഗ് ക്വൈറ്റ് വെൽ ഫോർ മീ. അതുകൊണ്ട് കാര്യമായിട്ട് ചേഞ്ചസ് ഒന്നും ഇതിൽ നടത്തിയിട്ടില്ല. ഇത് ആണ് മെയിൻ ആയിട്ടുള്ള ടോയ്സ് വെക്കുന്ന സ്ഥലം. 2-3 ടോയ്സ് ഇവിടെ പുറത്ത് വെച്ചിട്ടുണ്ട് അവർക്ക് പെട്ടെന്ന് കളിക്കാനായിട്ട്. ബാക്കിയെല്ലാം ഈ കബേർഡ്സിൻ്റെ അകത്താണ്. സോ ഈ ഒരു ബോക്സിൻ്റെ അകത്ത് എൻ്റെ ട്രാവൽ ഐറ്റംസ് ആണ്. അപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ പോകുമ്പോഴത്തേനും ഇതുപോലെ ഈ ഐറ്റംസ് എല്ലാം ചിലപ്പോൾ എല്ലാം ഇടയ്ക്കിടയ്ക്ക് എടുക്കാനുള്ള ഐറ്റംസ് ആണ്. ആൻഡ് വി ഹവ് ഗോട്ട് ഇതുപോലത്തെ ക്യൂബ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ടോയ്സ് വെക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് മറ്റേ ഈ മാഗ്നറ്റ് ബിൽഡിംഗ് ബ്ലോക്സ്, പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് മ്യൂസിക്കൽ എക്വിപ്മെൻറ്റ്സ്, പിന്നെ ഇതിൽ ഈ ഓപ്പൺ പ്ലേക്കുള്ള കുഞ്ഞു കുഞ്ഞു ടോയ്സ്. ആൻഡ് ഇതിൻ്റെ അകത്താണ് പസിൽസ് എല്ലാം വെച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ഓരോ പസിലും ഞാൻ ഇതുപോലെ സിപ്പ് ലോക്കിലാക്കി വെക്കും. സോ അവർക്ക് വേണ്ടി ഇപ്പം അതെടുത്ത് കളിക്കാം. പിന്നെ മോൻ്റെ ഫേവറേറ്റ് ആണ് കാർസ്. അപ്പം കാർസ് ഇഷ്ടംപോലെ വേറെ ഉണ്ട്. ബട്ട് ഈ ഒരു സെക്ഷനാണ് 2 കാർസിന് വെച്ചിരിക്കുന്നത്. ആൻഡ് മോൾക്ക് ചെറിയൊരു കുഞ്ഞൊരു കിച്ചൺ ഏരിയ പോലെ. ആൻഡ് ഇവരുടെ കുറച്ച് ടോയ് ഗൺസ്. ആൻഡ് ഈ ഒരു ബോക്സ് ഇപ്പം ഫുള്ളി എംറ്റി ആണ്. ബട്ട് ഇറ്റ്സ് ഗുഡ് ടു ഹാവ് ഇറ്റ് ബിക്കോസ് ഇതുപോലെ റാൻഡം ആയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ അകത്തോട്ട് പെട്ടെന്ന് ഇട്ട് വെക്കാനായിട്ട്.
പിന്നെ ഒരു ചെറിയ പെയിൻറ്റിങ് കോർണർ ആൻഡ് ബാലൻസ് ബോർഡ് ആൻഡ് ഒരു ചെറിയ ഡോൾ ഹൗസ്. ഇതിങ്ങനെ വയ്ക്കുമ്പോഴത്തേനും ഇറ്റ് ജസ്റ്റ് മേക്സ് ഇറ്റ് സോ മച്ച് ഈസിയർ ഫോർ ദം ടു ആക്സസ് as well. ആൻഡ് ഇതാണ് ബുക്ക് കോർണർ. സോ മേ ബി I'll put the chair next to the book corner. So ഇരുന്ന് ബുക്ക് വായിക്കാം അങ്ങനെ. ആൻഡ് ഈ ഒരു കബേർഡും ഉണ്ട്. ഇതിൻ്റെ അകത്ത് കാര്യമായിട്ടൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് മിക്കതും ഞാൻ empty ചെയ്തു. ഇപ്പം I've just got like that some building blocks എല്ലാം അവിടെ. ബാക്കി മൊത്തം empty ചെയ്തിട്ടുണ്ട്. So yeah, this is the final look. Show how tall you are. Whoa, 99 centimeters. Good job. Actually ഇത് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. ഇവരുണ്ടായപ്പോൾ മുതൽ അവരുടെ ഉള്ള ഹൈറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് യാ, സോ ഇറ്റ്സ് ലൈക്ക് റിയലി റിയലി ക്യൂട്ട് ഈ ഒരു ഹൈറ്റ് ചാർട്ട്. ആ പ്ലേ റൂം കഴിഞ്ഞപ്പോൾ തന്നെ പകുതി സമാധാനമായി. Now I'll move on to my second task. അടുത്ത ദിവസമായി obviously. But yeah, I mean, it's okay. It's like I'm doing it slowly. അതിൽ പ്രത്യേകിച്ചൊരു ധൃതിയോ ഡെഡ്ലൈൻസോ ഒന്നുമില്ലല്ലോ. ആൻഡ് ദ ബിഗ് ടാസ്ക് നൗ ഈസ് ദി ഓൺസ്യൂട്ടിൻ്റെ ഞങ്ങളുടെ റൂമിലെ ബാത്റൂം. സോ I'll show you. So yeah, this is definitely a thing that needs to be worked on. കബേർഡ്സിൻ്റെ അകത്തും എല്ലാ സാധനങ്ങളും പുറത്തെടുത്ത് ഇതിനെയും ചെയ്യാം. So finally എല്ലാ ഡ്രോയും കംപ്ലീറ്റ്ലി എംപ്റ്റി ആക്കി. ആൻഡ് ലെറ്റ് മീ സ്റ്റാർട്ട് ഫ്രം ദീസ്. ഇത്ര സാധനം ആ ഷെൽഫിൻ്റെ അകത്ത് ഇരിക്കുകയായിരുന്നു. ഓ മൈ ഗോഷ്. സോ ഇത്രയും സാധനങ്ങളുണ്ട്. എൻ്റെ അകത്ത് കുറേ ഐറ്റംസ് ഐ എം ഷുവർ എക്സ്പയർ ആയിട്ടുണ്ട്. ആൻഡ് ഐ എം നോട്ട് ഗോയിങ് ടു യൂസ് ദം എനി മോർ. സോ ഒരുപാട് ഐറ്റംസ് ഇനിയും കളയാനുണ്ട്. സോ അത് മൊത്തം ഒന്ന് ഓർഗനൈസ് ചെയ്തെടുക്കട്ടെ. ബട്ട് ഫസ്റ്റ് the cupboards and everything is really dirty. അപ്പോൾ അതെല്ലാം ഒന്ന് ആദ്യം ക്ലീൻ ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് തിങ് നമ്മുടെ കൂടെ വേണ്ടിയത് ഒരു ഗാർബേജ് ബാഗ് ആണ് കേട്ടോ. ബിക്കോസ് there's going to be so much garbage and so much waste that's going to come. നമ്മൾ തന്നെ സർപ്രൈസ് ആകും. So just have one handy in your hand and അപ്പോൾ നമുക്ക് വേസ്റ്റ് അപ്പം തന്നെ അതിൻ്റെ അകത്തൊക്കെ ഇടാം. That's for organization. ഇത് ക്ലിയർ സെറ്റ് ഇൻസേർട്ട് ഓർഗനൈസേഷൻ. ഇതൊന്നും ചെയ്യാനില്ല. ഇതുണ്ട് ഇതുപോലത്തെ ഇങ്ങനെ ഒരു ക്യൂബ്സ് ഉണ്ട്. അത്രേ ഉള്ളൂ. സോ ഓരോരോ സാധനങ്ങൾ അതിൻ്റെ അകത്ത് വെക്കാം. സോ ഡിഫറെൻറ്റ് ഷേപ്സ് ഉണ്ട്. ആൻഡ് അടുത്തത് മേടിച്ചത് ഇതെൻ്റെ ഈ മേക്കപ്പ് ഐറ്റംസും എല്ലാം മറ്റേ ഷെൽഫിൻ്റെ പുറത്ത് തന്നെ വെക്കാനായിട്ടാണ്. ബിക്കോസ് നൗ ഇറ്റ്സ് എ ലിറ്റിൽ ഓൾ ഓവർ ദ പ്ലേസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു റൊട്ടേറ്റിംഗ് ഷെൽഫാ ഇത്. പക്ഷെ ഫിക്സ് ചെയ്യണമെന്ന് തോന്നുന്നു. സോ അതെങ്ങനെ വരുമെന്ന് നോക്കാം. Bigger than I expected. അപ്പോൾ അതെവിടെ വെക്കുന്ന കൺഫ്യൂഷനോട്
ഇവിടെ വെച്ചിട്ട് എങ്ങനെയുണ്ട്? ആക്ച്വലി ഇവിടെ വെക്കുന്നതായിരിക്കും ഏറ്റവും പ്രാക്ടിക്കൽ. ബിക്കോസ് ആ അറ്റത്ത് വെച്ചാൽ പിള്ളേർ എപ്പോഴും തൊടും, അവരുടെ തൊടുന്നൊരു ഏരിയ ആണ്. സോ ഇവിടെ ആയിരിക്കും ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള സ്ഥലം. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ. Put away things that belong in different corners. Let me see. All the makeup accessories and all the skincare and hair care, all of that is there. ഞാനൊരു ബ്രഷൊക്കെ വെക്കാനും ഒരു സ്പേസ് അവിടെ ആഡ് ചെയ്തു, കാരണം പലപ്പോഴും അതിവിടെ ടേബിളിൽ ഇരിക്കുകയാണ്. ആൻഡ് കബേർഡ്സിൻ്റെ അകത്താണെങ്കിൽ വളരെ സിംപ്ലിഫൈ ചെയ്തു. താഴെ കുറച്ച് ക്ലീനിങ് പ്രോഡക്ട്സ്, ഈ ഒരു മുകളിലത്തെ സെക്ഷൻ ലിജോയ്ക്കുള്ള ഐറ്റംസ്, പിന്നെ നമ്മുടെ ടൂത്ത് ബ്രഷ്, അങ്ങനത്തെ ടൂത്ത് ബ്രഷ് അല്ല, നമ്മുടെ ഹെയർ ബ്രഷ്, ടൂത്ത് പേസ്റ്റ് ഐറ്റംസ് അല്ല ഇവിടെ. ദി സെക്കൻഡ് ഡ്രോ ഇസ് കംപ്ലീറ്റ്ലി എംപ്റ്റി. ഇവിടെ എല്ലാം ഒരുപാട് സിംപ്ലിഫൈ ചെയ്തു. ആൻഡ് അപ്പോൾ യെസ് ഹിയർ യു ഗോ. ഇവിടെ ഇത് മാത്രം വലിയ ചേഞ്ച് വരുത്തിയില്ല, ബിക്കോസ് എൻ്റെ പഴയ പ്രോഡക്ട്സ് തന്നെ, ഈ ഹെയർ പ്രോഡക്ട്സ് ഒക്കെ തന്നെ ഇവിടെ ഉണ്ട്. ആൻഡ് ഈ ഡ്രോ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് എംപ്റ്റി ആണ്, സാധനങ്ങൾ വരും. So yeah, that's the final look. Hello. How are you? Hello. What's up? അവൻ ചൂടെടുത്തിട്ട് ഈ കോലത്തിലിരിക്കുന്ന. Alright, come. ഈ ഫുൾ പ്രോസസ്സിൽ ഏറ്റവും സാറ്റിസ്ഫൈങ് എന്താ വെച്ചാൽ ഇത് കണ്ടോ, അമ്മേ, this is all the waste I collected just from that vanity area. And that's what I'm saying, it's crazy how much stuff just gets accumulated. എക്സ്പയർ ആയതെല്ലാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിൽ ബി സർപ്രൈസ്ഡ് ഹൗ മച്ച് ഇറ്റ് ജസ്റ്റ് അക്യൂമുലേറ്റ്സ്. സോ യാ, there you go. അപ്പോൾ ഈ ഒരു ചെറിയ ഡീക്ലട്ടർ വിത്ത് മീ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഒരുപാട് സ്പേസസ് ഉണ്ട്, ഇങ്ങനെ ചെറിയ ചെറിയ സ്പേസസ് വീട്ടിൽ വൃത്തിയാക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഐ വിൽ ടേക്ക് യു അലോങ്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആവട്ടെ ടു ജസ്റ്റ് ടു ഡീക്ലട്ടർ ആൻഡ് റീഓർഗനൈസ്, ഈവൻ ഇഫ് ഇറ്റ്സ് എ സ്മോൾ സ്പേസ്. അപ്പോൾ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. Let me know. Take care. Thank you for watching. Bye-bye. Bye-bye.